ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി സാഹിത്യകാരന്മാർ. അപ്പോൾ മലയാള ഭാഷയിൽ ഇതുവരെ നമുക്ക് 6 ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ PSC എക്സാമുകൾ പലതും അതിൻ്റെ ആർട്ട്, ലിറ്ററേച്ചർ ആ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ പോർഷനിൽ നിന്ന് സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ആദ്യ ഘട്ടമായിട്ടുള്ള തൂലികാനാമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ തന്നെ നിങ്ങൾക്കത് അവൈലബിൾ ആണ് ആ ക്ലാസ്. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് ഈ ഒരു റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുക്കുന്ന അടുത്ത ഭാഗം ജ്ഞാനപീഠ ജേതാക്കളാണ്. എന്തുകൊണ്ടാണ് ഈ ഭാഗം എടുക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഈ പെർട്ടിക്കുലർ 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 6 പേരുടെ കൃതികൾ, ഈ 6 പേർക്ക് പുരസ്കാരം ലഭിച്ച ആ ക്രോണോളജി, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് PSC ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ONV കുറുപ്പിൻ്റെതാണ് എന്നുണ്ടെങ്കിലും, G ശങ്കരക്കുറുപ്പിൻ്റെതാണ് എന്നുണ്ടെങ്കിലും, തകഴി ശിവശങ്കരപ്പിള്ള ആകട്ടെ, SK പൊറ്റേക്കാട് ആകട്ടെ, MT വാസുദേവൻ നായർ ആകട്ടെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആകട്ടെ, ഇവരുടെ എല്ലാവരുടെയും കൃതികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ ആളുകൾ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഈ ആളുകളെ പെർട്ടിക്കുലർലി എടുത്ത് അവർക്ക് ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതെന്ന് അവരുടേതായിട്ടുള്ള കൃതികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഓരോ ആളുകളെയും നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഓരോ ആളുകൾക്കും കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും ആദ്യത്തെ പ്രധാനപ്പെട്ട കൃതികൾ, കഥകൾ, കവിതകൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റ് അവാർഡുകൾ, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഇവരിൽ ചില ആളുകൾക്ക് ചില തൂലികാനാമങ്ങളുണ്ട്. ഇവരുടെ ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അടയാളപ്പെടുത്തപ്പെട്ട പ്രത്യേക കൃതികളുണ്ട്. ഇവയെല്ലാമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീളമുള്ള ക്ലാസ് ആണ്. വൃത്തിയായി കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. പുതിയതായിട്ട് കിട്ടുന്ന അറിവുകൾ ഒരു സെപ്പറേറ്റ് നോട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലിറ്ററേച്ചർ പോർഷനിൽ നോട്ടായിട്ട് നിങ്ങൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അധികം നീട്ടി കൊണ്ടുപോകുന്നില്ല. നമുക്ക് G ശങ്കരക്കുറുപ്പ് മുതൽ ഉള്ള പ്രധാനപ്പെട്ട ജ്ഞാനപീഠ ജേതാക്കൾ, മലയാള ജ്ഞാനപീഠ ജേതാക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിന് മുൻപായിട്ട് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം എന്ത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സ്വാഗതം എല്ലാവർക്കും അക്കാഡമിക് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, കേരള PSC എക്സാമുകൾ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ, ആർട്ട്, ലിറ്ററേച്ചർ, ആ ഒരു ഭാഗത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ഒരു ചോദ്യം വരുന്നത്, ഒരു ഭാഗം നമുക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ നിന്നും ജ്ഞാനപീഠം നേടിയ കവികൾ, നോവലിസ്റ്റുകൾ, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യമെങ്കിലും സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരള PSC എക്സാംസ് റിലേറ്റഡ് ആയിട്ട് റാങ്ക് മേക്കിംഗ് സീരീസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിട്ട് ഇതിനെ നിങ്ങളത് ചെയ്യുക, കണക്കാക്കുക. ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളുമായി ബന്ധപ്പെട്ട PSC പെർസ്പെക്റ്റീവിൽ, അത് ഞാൻ പ്രത്യേകം പറയുകയാണ്, PSC എക്സാമുകളുടെ പെർസ്പെക്റ്റീവുകളിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ശ്രീ MT വാസുദേവൻ നായർ ആകട്ടെ, SK പൊറ്റേക്കാട് ആകട്ടെ, ONV കുറുപ്പാകട്ടെ, G ശങ്കരക്കുറുപ്പാകട്ടെ, തകഴി ശിവശങ്കരപ്പിള്ള ആവട്ടെ, അക്കിത്തമാകട്ടെ, ഇവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള രചനകൾ കൊണ്ട് മലയാളികളെ ഒന്നാകെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു സാഹിത്യ ലോകത്തെ സഞ്ചാരത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഓരോ ആളെക്കുറിച്ചും നിരവധി എപ്പിസോഡുകൾ എഴുതാൻ കഴിയുന്ന അത്രയ്ക്കും സംഭാവനകൾ ഇവരെല്ലാവരും കൈരളിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിധത്തിലുള്ള ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി PSCയുടെ പെർസ്പെക്റ്റീവുകളിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആ പോയിന്റുകൾ ചർച്ച ചെയ്യുക എന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ച് വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഭാരതീയ സാഹിത്യ മണ്ഡലത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നൽകുന്നത് എന്തെല്ലാം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക.
സരസ്വതി ശില്പം, വെങ്കലത്തിൽ തീർത്തിട്ടുള്ള ഒരു സരസ്വതി ശില്പവും അതിനോടൊപ്പം ഒരു പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുമാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാകുന്ന അല്ലെങ്കിൽ അർഹയാകുന്ന വ്യക്തിക്ക് നൽകുന്നത്. ഇനി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ അവാർഡ്. ഒഫീഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ സ്വഭാവമുള്ള ഒരു അവാർഡല്ല. മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെൻറ്, സർക്കാർ നൽകുന്നതായിട്ടുള്ള ഒരു അവാർഡല്ല. ഇനി ആരാണിത് നൽകുന്നത്? ഇത് നൽകുന്നത് ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റാണ് ഇത് നൽകുന്നത്. 1944 രൂപം കൊടുത്ത ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആരംഭിക്കുന്നത് സാഹു ജെയിൻ ഫാമിലിയാണ്. നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എല്ലാം എന്താ പറയുക, സ്ഥാപിച്ചിട്ടുള്ള സാഹു ജെയിൻ ഫാമിലി, അവരാണ് ഈ ജ്ഞാനപീഠ, ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 1944 ഈ ട്രസ്റ്റ് നിലവിൽ വരുന്നത്. സാഹു ശാന്തി പ്രസാദ് ജെയിൻ, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, സാഹു ശാന്തി പ്രസാദ് ജെയിൻ. അദ്ദേഹമാണ് ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകൻ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, രമാ ജെയിൻ ഉണ്ടായിരുന്നു. രമാ ജെയിൻ ആയിരുന്നു ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹിത്യ ലോകത്തിനെ, നമ്മുടെ സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ നമ്മുടെ ഭാഷയാകട്ടെ സംസ്കാരമാകട്ടെ അതെല്ലാം കുടികൊള്ളുന്നത്, സാഹിത്യ രചനകളിലൂടെയാണല്ലോ ഇവയെല്ലാം നിലനിന്ന് പോകുന്നത്. അതിനെ സംരക്ഷിക്കുക എന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം 1965 മുതൽ ആണ് ഈ അവാർഡ് നൽകി തുടങ്ങുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1965 മുതലാണ് എന്ന് പറയുന്ന കാര്യവും നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏതെല്ലാം ഭാഷകളിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്? ഈ പുരസ്കാരം നൽകുന്നത് 22 ലാംഗ്വേജുകളാണ്. ഏതൊക്കെ ലാംഗ്വേജുകളാണ്? 22 ലാംഗ്വേജസ് ദാറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾ നമുക്ക് ലഭ്യമാണ്, അല്ലെ? നമുക്കറിയാം, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 8ാമത്തെ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഈ ഭാഷകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. പിന്നീട് 2013 മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഇന്ത്യക്കാരായിട്ടുള്ള രചയിതാക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹിത്യ സൃഷ്ടികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നു. 2013 മുതൽ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഭാഷ കൂടി ഈ ലിസ്റ്റിനുള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ലേഖകരെയാണ് നമ്മളിതിൽ പരിഗണിക്കുന്നത്, സാഹിത്യകാരന്മാരെയാണ് പരിഗണിക്കുന്നത്. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നിലവിൽ 23 ഭാഷകൾക്കാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് നൽകുന്നത്. 23 ഭാഷകളിലുള്ള രചനകളെയാണ് അവാർഡിന് വേണ്ടി ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ അവാർഡ്, ഒന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം PSC ചില ടേണിംഗ് പോയിന്റുകൾ, ട്വിസ്റ്റുകൾ, മാറ്റങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ PSC എന്ത് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഭാഷകൾക്ക് നൽകുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ അവാർഡ് കിട്ടിയത് ആര്, ഏത് കൃതിക്ക് കിട്ടി, ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് പ്രത്യേകം ഇനി പറയുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. അതായത് നോക്കൂ, ഇവിടെ കണ്ടോ, ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിനാണ് അവാർഡ് കിട്ടിയത്. പക്ഷേ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കൃതിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുക എന്ന രീതി മാറിയിട്ട് സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് കൊടുക്കുന്ന രീതി ആരംഭിക്കുകയുണ്ടായി. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ച് കാലം എങ്ങനെയായിരുന്നു, ഒരു സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ആ ആളുടെ സാഹിത്യ സൃഷ്ടി നോക്കും, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരി അവരുടെ സാഹിത്യ സൃഷ്ടി നോക്കും, എന്നിട്ട് ആ പെർട്ടിക്കുലർ രചനയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് നിർത്തിയിട്ട് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരി അവരുടെ സാഹിത്യ ലോകത്തെ യാത്രയുടെ ഇടയിൽ എന്തെല്ലാം സംഭാവനകളാണ് ആ സാഹിത്യ ലോകത്തിന് നൽകിയത്, ആ ഒരു സമഗ്ര സംഭാവനയെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അവാർഡ് നൽകി തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് 1982 1982 മുതൽ കൊടുത്ത അവാർഡുകൾ എങ്ങനെയാണ്, അവ സമഗ്ര സംഭാവനയ്ക്കാണ്. അതുകൊണ്ട് തന്നെ 1981 ഏറ്റവും അവസാനമായി ഒരു പെർട്ടിക്കുലർ കൃതിക്ക് അവാർഡ് അവസാനം ലഭിക്കുന്നത് അമൃത പ്രീതത്തിനാണ്. ഇതിനാണ് അമൃത പ്രീതത്തിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അമൃത പ്രീതത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അവാർഡ് അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. കാഗസ് തേ കാൻവാസ് എന്ന് പറയുന്ന ഒരു കൃതി, അവരുടെ ആ കൃതിയുടെ പേര് കാഗസ് തേ ക്യാൻവാസ്
കടലാസിൽ നിന്ന് ക്യാൻവാസിലേക്ക് എന്നൊരർത്ഥം വരുന്ന കാഗസ് തേ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് അമൃത പ്രീതത്തിന് അവസാനമായി എന്ത് ചെയ്യുന്നത്, ഒരു കൃതിക്ക് അവാർഡ് ലഭിക്കുന്നത് ഈ വർഷമായിരുന്നു. തൊട്ടടുത്ത വർഷം 982 മുതൽ സമഗ്ര സംഭാവനയ്ക്കായിരുന്നു ആ അവാർഡ് ആദ്യം ലഭിക്കുന്നത് മഹാദേവി വർമ്മയ്ക്കായിരുന്നു എന്ത് ചെയ്യുന്നത്, അതിനുശേഷം സമഗ്ര സംഭാവനയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് 18ാമത്തെ പുരസ്കാരമായിരുന്നു. 18th ജ്ഞാനപീഠ പുരസ്കാരമാണ് ഈ സമഗ്ര സംഭാവനയ്ക്ക് കൊടുത്തു കൊടുക്കുന്നത്. വർഷം ഏതാണ്? 982 മുതൽ. ഇതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓൾസോ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നില്ലേ, ഇംഗ്ലീഷിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവാർഡ് കൊടുത്തു തുടങ്ങിയെന്ന്. ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന വ്യക്തി അമിതാവ് ഘോഷ് ആണ്. ആരാണ്? അമിതാവ് ഘോഷാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന വ്യക്തി. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടു? ഇപ്പോൾ നമ്മൾ 22 ലാംഗ്വേജുകളിൽ ആദ്യം കൊടുത്തിരുന്നു, ഇംഗ്ലീഷ് കൂടി ചേർത്തിട്ട് 23 ലാംഗ്വേജുകളായി. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യം അവാർഡ് നേടുന്നത് അമിതാഭ് ഘോഷാണ് എന്ന കാര്യം നമ്മൾ കണ്ടിരുന്നു. ആദ്യത്തെ അവാർഡ് ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതിക്കാണ് അവാർഡ് കിട്ടിയത്. ഒരു പെർട്ടിക്കുലർ കൃതിക്ക് അവാർഡ് കൊടുക്കുന്ന രീതി 981 കൂടി അവസാനിക്കുകയാണ്. അവസാനം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കൃതിക്ക് അവാർഡ് ലഭിക്കുന്നത് അമൃത പ്രീതത്തിനാണ്. ആ അവാർഡ് കാഗസ് തേ ക്യാൻവാസ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭ്യമാക്കുന്നത്. തൊട്ടടുത്ത വർഷം മുതൽ 982 മുതൽ മഹാദേവി വർമ്മ, ആരാണ്? മഹാദേവി വർമ്മയ്ക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ആദ്യ അവാർഡ് ലഭിക്കുന്നത്. ഈ അവാർഡ് 18ാമത് അവാർഡായിരുന്നു എന്ന കാര്യം കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി എന്താണ് ചില വനിതകളുടെ പേര് പറഞ്ഞില്ലേ, ഇതുവരേക്കും 8 വനിതകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പ്രത്യേകം കാണാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ 8 വനിതകൾക്കാണ് ഇതുവരേക്കും അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആദ്യമായിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വനിത ആരാണെന്നറിയാമോ? ആദ്യമായിട്ട് അവാർഡ് ലഭിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആലോചിക്കണം. ആശാപൂർണ ദേവി. എന്തായിരുന്നു? ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിക്കാണ് ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു എന്നത് ആശാപൂർണ ദേവിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം രണ്ടാമത് കിട്ടുന്നത് അമൃത പ്രീതത്തിനാണ്. 981 അമൃത പ്രീതത്തിനാണ് കിട്ടുന്നത്. രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന വനിത അമൃത പ്രീതമാണ് 981. അതായത് ഇതായിരുന്നു അവസാനമായിട്ട് ഒരു പെർട്ടിക്കുലർ കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. അവസാനമായിട്ടുള്ളതും ഇതായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? ഇത് ഈ കാഗസ് തേ ക്യാൻവാസ്, ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല. ഇത് പഞ്ചാബി ഭാഷയാണ്. പഞ്ചാബി ഭാഷയിലുള്ള കൃതിയാണ് ഈ കാഗസ് തേ ക്യാൻവാസ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ കൃതി എന്നുകൂടി ജസ്റ്റ് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഞ്ചാബി ലാംഗ്വേജിലാണ് ഇത് കിട്ടിയത്. ഇനി നമ്മളുടെ തൊട്ട് അടുത്ത എന്താ പറയുക സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ് ഭാഷയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച ആർക്കറിയോ നിങ്ങൾക്ക്? അത് PV അഖിലാണ്ടത്തിനായിരുന്നു. ആരാണ്? PV അഖിലാണ്ടം. PV അഖിലാണ്ടത്തിനാണ് തമിഴ് ഭാഷയിൽ ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. നമ്മളുടെ അഭിമാനമായിട്ടുള്ള അവസാനമായിട്ട് ഒരു മലയാളിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അക്കിത്തത്തിലൂടെയാണ്. അദ്ദേഹമാണ് നിലവിൽ ഓൾഡസ്റ്റ്, ഏറ്റവും പ്രായം കൂടിയ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അക്കിത്തമാണ്. 93 വയസ്സ് അദ്ദേഹത്തിനുള്ള സമയത്താണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന് 93 വയസ്സുള്ള സമയത്താണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ചേർത്ത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ അത് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പിന്നീട് ഇപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സുഖം ഉണ്ടാവില്ല. കാരണം അത് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറാം, അടുത്ത തലത്തിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. കഴിഞ്ഞ ഒരു 2025 മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ലിസ്റ്റുകൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ
പ്രത്യേകം എന്ത് ചെയ്യുന്നത്, എടുത്തൊരു ലിസ്റ്റ് പറഞ്ഞിട്ട് പോവാണ്ട് ഇരിക്കുന്നത്. ഓക്കെ, 2025 നിങ്ങൾ നോക്കുക, 2024 നോക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു ലിസ്റ്റ് നിങ്ങൾ തന്നെ ഒരു 5 കൊല്ലം ബാക്കിലേക്കോ മറ്റോ അല്ലെങ്കിൽ 3 കൊല്ലോ 4, പിന്നെ ഇതുപോലെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകതകൾ പറഞ്ഞിരുന്നില്ലേ, അവരെയും ഒന്ന് എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ, കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാമെന്നും വിശ്വസിക്കുന്നു. മലയാളത്തിലെ പുരസ്കാര ജേതാക്കൾ. നമ്മൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ്, മലയാളത്തിലെ പുരസ്കാര ജേതാക്കളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ മലയാളത്തിലെ പുരസ്കാര ജേതാക്കൾ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുവരേക്കും നമുക്ക് 6 മലയാളികളെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളായിട്ട് കാണാറുണ്ട്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ആസ് എ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പേരെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ ഒരാളെ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ കവിയെ, നോവലിസ്റ്റിനെ അവർ എടുക്കുകയാണെങ്കിൽ അവരുടെ ആദ്യത്തെ ചോയ്സ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഈ ലിസ്റ്റിൽ നിന്ന് എടുക്കലാണ് സാധാരണ കാണാറുള്ളത്. പലപ്പോഴും ഇവരുടെ കൃതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരികയും ചെയ്യാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഭാഗങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും അവാർഡ് ലഭിച്ച വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ PSCയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആദ്യം ആർക്ക് കിട്ടി എന്ന ഓർഡർ ചോദിച്ചിട്ടുണ്ട്. വർഷവും കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ അവസാനം ശരിയാണെന്നുണ്ടെങ്കിൽ MT വാസുദേവൻ നായർക്ക് ഏത് വർഷമാണ് കിട്ടിയത് എന്നൊരു ചോദ്യം കഴിഞ്ഞൊരു 3-4 കൊല്ലത്തിനിടയിലുള്ള ചില PSC എക്സാമുകളൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പല ആളുകളുടെയും. അതുകൊണ്ട് വർഷങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം, പഠിക്കാതെ പോകരുത്. G. ശങ്കരക്കുറുപ്പ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം 1965 ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ശ്രീ G. ശങ്കരക്കുറുപ്പിന് ലഭ്യമാകുന്നുണ്ട്. SK പൊറ്റേക്കാട് 1980 ലഭ്യമാകുന്നു. തകഴി ശിവശങ്കരപ്പിള്ള 984. അപ്പൊ നിങ്ങളിവിടെ ഒരു കാര്യം ആലോചിച്ചോ, 1981 അവസാനമായി ഒരു പെർട്ടിക്കുലർ കൃതിക്കുള്ള അവാർഡ് കൊടുക്കുന്നത് അവസാനിക്കുന്നത്. 1982 മുതൽ പിന്നീട് അങ്ങോട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തകഴി ശിവശങ്കരപ്പിള്ള മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്കെല്ലാം എന്താണ്, സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകളാണ്. SK പൊറ്റേക്കാട് വരെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ കൃതിക്ക് അവാർഡ് ലഭിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന് കിട്ടുന്നത്. അത് ഏതിനാണ്, ഒരു ദേശത്തിന്റെ കഥ. ഏതിനാണ്, ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ആ കൃതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം, SK പൊറ്റേക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ആ ഒരു കൃതിക്ക് വേണ്ടിയിട്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതോടുകൂടി ഒരു പർട്ടിക്കുലർ കൃതിക്ക് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച അവസാന മലയാളി SK പൊറ്റേക്കാടായിരുന്നു. അതുകൊണ്ട് തന്നെ SK പൊറ്റേക്കാടിനെ കുറിച്ചും ആ അവാർഡ് ലഭിച്ച ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിയെക്കുറിച്ചും എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. 980 വർഷം SK പൊറ്റേക്കാട്, ഒരു ദേശത്തിന്റെ കഥ. മറക്കില്ലല്ലോ, കൃത്യമാണല്ലോ. പിന്നീട് തകഴി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്കൊക്കെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് ലഭിക്കുന്നത്. സോ 980 SK പൊറ്റേക്കാട്, 84 തകഴി ശിവശങ്കരപ്പിള്ള, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. കൃത്യമാണല്ലോ, സംശയങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഭാഗത്ത് എന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? എന്നാൽ പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോയാലോ നമുക്ക്. നെക്സ്റ്റ് സ്ലൈഡ്. G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ജനനം 1901 എറണാകുളത്തെ കാലടിക്ക് അടുത്തുള്ള നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 1901 അദ്ദേഹം ജനിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാലടി അടുത്താണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണ് അമ്മയുടെ പേര്. അതുപോലെ തന്നെ ശങ്കരവാര്യർ ആണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ശങ്കരവാര്യർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന പോലെ തന്നെ കുറച്ച് സംസ്കൃതം ഒക്കെ അഭ്യസിക്കുകയാണ്. അതിനുശേഷം അന്നത്തെ രീതിയിലുള്ള ചില പഠനങ്ങളൊക്കെ നടത്തുന്നിടത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അവസാനം മദ്രാസ് സർവകലാശാലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ ഒരു വിദ്വാൻ പരീക്ഷയുണ്ട്. വിദ്വാൻ പരീക്ഷയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പാസ്സാവുകയാണ് പതുക്കെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ജോലിക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അദ്ദേഹം പല സ്ഥലങ്ങളിലും ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റുന്നത് 1937 മഹാരാജാസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായിട്ട് ജോലിക്ക് ചേരുകയാണ്.
പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള PSC പെർസ്പെക്റ്റീവിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള പിന്നൊരു പോയിന്റ്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നു 966 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ 65-ലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം മുതൽ 66 മുതൽ 68 വരെയുള്ള 2 വർഷങ്ങളിൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗമായിരുന്നു അദ്ദേഹം. ഇതിനു പുറമെ പർട്ടിക്കുലർലി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഒരു രാജ്യസഭാ അംഗമായിരുന്നു. 1968 മുതൽ, അതായത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് പിന്നെ അദ്ദേഹം മൂന്ന് രാജ്യസഭാ അംഗമായിട്ടാണ് 68 മുതൽ 72 വരെയുള്ള കാലഘട്ടത്തിൽ ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാ അംഗവുമായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയമില്ലല്ലോ, അത് കൃത്യമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ജി ശങ്കരക്കുറുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രകൃതിക്ക് അഭിവാദ്യം എന്ന കൃതിയാണ്. ഇത് വളരെ പണ്ട്, അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രം ഉള്ള സമയത്ത് 1918-ലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകൃതിക്ക് അഭിവാദ്യം, നമ്മൾ ജനനവർഷം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 1901-ലാണ്. അപ്പൊ 1918 പ്രസിദ്ധീകരിക്കുമ്പോൾ 17 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 17 വയസ്സായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 1918-ൽ ആദ്യത്തെ കവിതയായിട്ടുള്ള പ്രകൃതിക്ക് അഭിവാദ്യം എന്ന് പറയുന്ന കവിത പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിനെ ഒരു എന്താ പറയുക, ഏറ്റവും ശ്രദ്ധേയനാക്കി മാറ്റുന്നത് ഓരോ ആളുകളുടെയും, ഇപ്പോൾ ആശാന്റെ നോക്കുകയാണെങ്കിൽ വീണപൂവ് എന്നൊരു എന്താ പറയുക കവിതയെ നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് സാധിക്കും. അതുപോലെ ഓരോരോ ആളുകളെയും വളരെ പ്രശസ്തിയുടെ ഒരു കൊടുമുടിയിലേക്ക് പെട്ടെന്ന് ഉയർത്തുന്ന ചില കൃതികൾ ഉണ്ടാകും. ആ രീതിയിലുള്ള ജി ശങ്കരക്കുറുപ്പിന്റെ കൃതി സൂര്യകാന്തി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയായിരുന്നു. 1933 ആണ് ഈ കവിത വരുന്നത്. അത് വളരെയധികം എന്താ പറയുന്നത്, മനോഹരമായിട്ടുള്ള ഒരുപാട് സിംബോളിക് ആയിട്ടുള്ള, ഒരുപാട് എന്താ പറയുക, ഒരു സൂര്യനെ ഇങ്ങനെ വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സൂര്യൻ ഉദിക്കുകയാണ്, മനസ്സിലാവും, സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നവരേക്കും അതിനൊപ്പം ഇങ്ങനെ മുഖം തിരിച്ചിട്ട് സൂര്യനെ പ്രണയിക്കുന്ന ഒരു സൂര്യകാന്തിയെ കുറിച്ചുള്ള കവിത, ജീവിതത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയുക മരണത്തിനെ കുറിച്ച്, അതിനിടയിലുള്ള എന്താ പറയുക കുറച്ച് കാലഘട്ടത്തിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള കൺസെപ്റ്റുകൾ പറയുന്ന ഒരു കവിതയായിരുന്നു സൂര്യകാന്തി എന്ന് പറഞ്ഞ കവിത. അപ്പോൾ സർഫേസ് ലെവലിൽ ഒരു സൂര്യകാന്തി പൂവ് സൂര്യനോടൊപ്പം തിരിഞ്ഞു പോകുന്നു എന്ന് മാത്രം പറയുന്ന അതിനിടയിൽ അദ്ദേഹം ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ള ഒരു മിസ്റ്റിസിസത്തിന്റെ, സിംബോളിസിസത്തിന്റെ ഒക്കെ ഉള്ള ഒരു മൃത്യുബോധത്തിന്റെ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക സങ്കല്പങ്ങൾ അതിമനോഹരമായിട്ട് ആ കാലഘട്ടത്തിലെ കാവ്യാസ്വാദകർ എന്ത് ചെയ്യുകയാണ്, ഏറ്റുവാങ്ങുകയാണ്. അന്നത്തെ കാലം മാത്രമല്ല, ഒരുപാട് കാലം ഇന്നും കവിത വളരെയധികം ആസ്വദിച്ച് വായിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കവിത തന്നെയാണ് സൂര്യകാന്തി എന്ന് പറയുന്ന കവിത. അപ്പോൾ ഈ കൃതിയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, അതിപ്രശസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമുകളിൽ സൂര്യകാന്തി എന്ന് പറയുന്ന കവിതയുടെ പേര് ധാരാളമായിട്ട് ഓപ്ഷനുകളിലും ആൻസർ ആയിട്ടുമൊക്കെ വരാറുണ്ട്. അപ്പോൾ സൂര്യകാന്തി ആരുടെ കവിതയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ്. ജി ശങ്കരക്കുറുപ്പ് അറിയപ്പെട്ടിരുന്നത് ചുരുക്കപ്പേരിൽ ജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജി എന്ന ഒരു എന്താ പറയുക പേരിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെയാണ് പി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരായിരുന്നു? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് പി എന്ന ഒരു സിംഗിൾ ലെറ്ററിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അറിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ അവാർഡ് ലഭിക്കുന്നത് 60 അദ്ദേഹത്തിന്റെ കവിതകളുടെ സമാഹാരമായിട്ടുള്ള ഓടക്കുഴൽ എന്ന് പറയുന്ന സമാഹാരം ഉണ്ടായിരുന്നു. ഇതിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, അവാർഡ് ലഭിക്കുന്നത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ് ജി ശങ്കരക്കുറുപ്പിനെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കുന്നത്. 1920 മുതൽ, ഏതാണ് 1920 മുതൽ 1958 വരെയുള്ള എന്താ പറയുക അന്നത്തെ ഭാരതീയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളാണ് ആദ്യത്തെ അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ കുറേയധികം എന്താണ് കൃതികൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ സൂര്യകാന്തി എന്ന് പറയുന്ന കവിത അദ്ദേഹത്തിന്റെ ഈ ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലുള്ളതാണ്. ഇനി അതിനു പുറമെ ജി ശങ്കരക്കുറുപ്പിൻ്റെത് തന്നെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള, ഇപ്പൊ ഞാൻ ഓടക്കുഴൽ എന്നതിന്റെ പേരിലുള്ള ഒരു കവിത അതിൻ്റെ ഉള്ളിലുണ്ട്. സൂര്യകാന്തി എന്ന പേരിലുള്ള ഒരു കവിത അതിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ വേളി, സാന്ധ്യതാരം, സാഗര സംഗീതം, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതകളെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കവിതാ സമാഹാരമായിരുന്നു ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരം. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ പ്രഥമ എന്ത് ചെയ്യുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക രചനയാണ് സാഹിത്യ കൗതുകം എന്ന് പറയുന്നതിന്റെ 4 ഭാഗങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയായിരുന്നു സാഹിത്യ കൗതുകം. 4 ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇത് രചിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സാഹിത്യ കൗതുകം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആലോചിക്കുക, അത് ജി ശങ്കരക്കുറുപ്പിൻ്റെത് ആണ്. ഇനി ജി ശങ്കരക്കുറുപ്പ് പല പേരുകളിൽ, സാഹിത്യ കൗതുകം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗീതാഞ്ജലിയുടെ വിവർത്തനം. അദ്ദേഹം ബംഗാളി ഭാഷ പഠിച്ച്
ബംഗാളി ഭാഷ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ഗീതാഞ്ജലി അദ്ദേഹം വിവർത്തനം ചെയ്യുകയാണ്. മനസ്സിലാവുന്നത്? എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം വിവർത്തനം ചെയ്യുകയാണ്. ഗീതാഞ്ജലി മുഴുവനായിട്ട്, ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തത് ആരായിരുന്നു? നമ്മളുടെ ജി ശങ്കരക്കുറുപ്പായിരുന്നു. ബംഗാളി ഭാഷ പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇത് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇനി അതുപോലെ തന്നെ ഈ സാഹിത്യ കൗതുകം എന്ന് പറയുന്നതും ബേസിക്കലി സത്യം പറയുകയാണെങ്കിൽ എന്താണ്? അതും കവിതകളുടെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു സമാഹാരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കവിതകളുടെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള സമാഹാരമാണ് ഈ സാഹിത്യ കൗതുകം എന്ന് പറയുന്നത്. നിങ്ങൾ സാഹിത്യമഞ്ജരി കേട്ടിട്ടില്ലേ? സാഹിത്യമഞ്ജരി എന്ന് പറയുന്നത് ആരുടേതാണ്? സാഹിത്യമഞ്ജരി വള്ളത്തോളിന്റെ കവിതകളുടെ ഒരു സമാഹാരമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കവിതകൾ പല പല ഘട്ടങ്ങളിലായിട്ടുള്ള കവിതകൾ ഒന്നിച്ച് ചേർത്ത് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു 4 ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു എന്താ പറയുക സമാഹാരമാണ് സാഹിത്യ കൗതുകം എന്ന് പറയുന്ന സമാഹാരം. ഓക്കെ, അപ്പൊ സാഹിത്യ കൗതുകം ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്, സാഹിത്യമഞ്ജരി അത് വള്ളത്തോളിൻ്റെതാണ്. രണ്ടും മാറിപ്പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗീതാഞ്ജലി വിവർത്തനം ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പ് ആയിരുന്നു. 959 അദ്ദേഹം അത് ചെയ്യുന്നത് എന്ന കാര്യവും ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരത്തെ നമ്മൾ സൂര്യകാന്തിയുടെ കഥ പറയുന്ന സമയത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മൃത്യുബോധത്തിന്റെ കവി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതായത് മരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ അനശ്വരമല്ല, പലതും നശ്വരമാണ്, അല്ലെങ്കിൽ അനശ്വരതയുടെയും നശ്വരത്തിന്റെയും എല്ലാത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലുള്ള കവിതകൾ, ഇത് അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. മൃത്യുബോധത്തിന്റെ കവി എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അറിയപ്പെട്ടു. മിസ്റ്റിക് കവി, അതെന്ന് വെച്ചാൽ മിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്പിരിച്വൽ മേഖലകളുണ്ടല്ലോ, ആ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള മേഖലകളെ അതെന്താണ്, എങ്ങനെയാണ് എന്ന് നോക്കാനായിട്ട് ശ്രമിച്ച ഒരാളായിരുന്നു. സിംബോളിക് കവിയായിരുന്നു അദ്ദേഹം പല പല കൺസെപ്റ്റുകളുടെ സിംബലുകളായിട്ട് പലതിനെയും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി രാജാവ് അദ്ദേഹത്തിനെ കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? കൊച്ചി രാജാവായിരുന്നു. കൊച്ചി രാജാവ് കൊടുത്ത പട്ടങ്ങളായിരുന്നു കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പേരുകൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ മൃത്യുബോധത്തിന്റെ കവി, മിസ്റ്റിക് കവി, സിംബോളിക് കവി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പായിരുന്നു എന്ന കാര്യം പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സോ വിശേഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ. 965 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഏർപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അദ്ദേഹത്തിന് ലഭിച്ച തുക ഉപയോഗിച്ചിട്ട് ഒരു ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശ്രീ ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ് 1968 എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ പുരസ്കാരം എന്ത് ചെയ്യുന്നത്? ഏർപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നു? 1968 ഈ അവാർഡ് അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരത്തിലൂടെ ലഭിച്ച ഒരു തുക എന്ത് ചെയ്യുകയാണ്? ഇത് ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത് ആര് എന്ന് പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. അതാരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മലയാളത്തിൽ ആ സമയത്ത് ഏറ്റവും നല്ല കൃതി ഏത് എന്ന് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതിന് 30,000 രൂപയും പിന്നെ ബാക്കി പ്രശസ്തി പത്രവും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എന്തുള്ളത്? ഒരു സമ്മാനം എന്ന് പറയുന്നത്. 30,000 രൂപയും ബാക്കി. ജ്ഞാനപീഠ പുരസ്കാരം എത്രയായിരുന്നു? 11 lakhs, 11 ലക്ഷത്തിൻ്റെ ഉറുപ്പിയാണ് എന്തിനുണ്ടായിരുന്നത്? ജ്ഞാനപീഠ പുരസ്കാരത്തിന് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ആദ്യത്തെ എന്താ പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരം, ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ആരാണ്? അത് ബാലകവി രാമൻ ആണ്. ആരാണ്? ബാലകവി രാമനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഓടക്കുഴൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന അവാർഡുകളെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കൊക്കെ കിട്ടി എന്ന് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതും കൂടി പറയാൻ തന്നെ നമ്മുടെ ക്ലാസ് വല്ലാണ്ട് നീളും. നമുക്ക് പറയാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വർഷം 2025 ആർക്ക് കിട്ടി, 24 ആർക്ക് കിട്ടി, അതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത്തരത്തിൽ ഓരോരോ അവാർഡുകളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സൈഡിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. കഴിഞ്ഞ ഒരു 3 കൊല്ലം ഈ അവാർഡുകൾ കിട്ടിയത് എഴുതുക. ഇപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ്, കഴിഞ്ഞ 3 കൊല്ലം ആരാന്ന് എഴുതുക, എഴുത്തച്ഛൻ പുരസ്കാരം, കഴിഞ്ഞ 3 വർഷം ആർക്ക് കിട്ടി എഴുതി വയ്ക്കുക. കണ്ടോ? ഇങ്ങനെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അതെന്തിനെ നിങ്ങളെ വല്ലാണ്ട് എന്തിനെ ഹെൽപ്പ് ചെയ്യും? എക്സാമിൻ്റെ തലേ ദിവസം ഒക്കെ അത് വല്ലാണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ബാക്കി അവാർഡുകൾ നമുക്ക് നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിശ്വദർശനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിക്കാണ്. വിശ്വദർശനം എക്സാമുകളിൽ സ്ഥിരമായിട്ട് ഓപ്ഷനിലും മറ്റുമൊക്കെ കാണുന്ന ഒരു കൃതിയാണ്. 1961 അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത്.
കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് വിശ്വദർശനത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിശ്വദർശനം എന്ന് പറയുന്ന കൃതിക്ക് വേണ്ടിയിട്ടാണ്. രാഷ്ട്രം 1968 അദ്ദേഹത്തെ പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് 1967 ആർക്ക് ലഭിക്കുന്നത്? ശ്രീ ജി ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്, പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. ഏതൊക്കെയാണ് കവിതകൾ? നോക്കൂ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പലതായിട്ടുള്ള എന്താ പറയുക കവിതകളിൽ വളരെയധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ചന്ദനക്കട്ടിൽ. ഈ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു കവിത, അതായത് ഒരു രാജ്ഞിക്ക് ചന്ദനത്തിന്റെ കട്ടിൽ വേണമെന്ന് ആഗ്രഹം വരികയും ആ ആഗ്രഹം തീർക്കുന്നതിന് വേണ്ടി രാജാവ് ആളുകളെ നല്ലൊരു ചന്ദനത്തിന്റെ തടി തപ്പാനും അത് വെച്ചിട്ട് കട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആളുകളെ പറഞ്ഞയക്കുന്ന ഒരു കവിതയാണത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കവിതയായിരുന്നു ചന്ദനക്കട്ടിൽ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അപ്പോൾ വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആനക്കൊമ്പാവണം മേലാപ്പിന്ന് ആനമുഖം വേണം കാലുകളിൽ, മേനോക്കിയച്ഛനും മേനോന്മാരും മേലെഴുത്തിനുള്ള പിള്ളമാരും എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണത്. അപ്പോൾ ആ കവിത, ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന കവിത, വളരെയധികം ഒരു നാടോടി സ്വഭാവമുള്ള ഒരു കൃതിയാണ്. എന്താണ്? ഒരു നാടോടി വിജ്ഞാനം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സ്വഭാവമുള്ള കവിതയാണ് ചന്ദനക്കട്ടിൽ. അതുകൊണ്ട് തന്നെ എക്സാമുകളിൽ ധാരാളമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ആരുടേതാണ് കൃതി എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അതുപോലെ തന്നെ നമ്മളുടെ ബാക്കി കവിതകളെല്ലാം എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഓരോന്നും, ഇപ്പോൾ സൂര്യകാന്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സൂര്യകാന്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നശ്വരത, അനശ്വരത, മൃത്യുബോധം, ഇതൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു കവിതയാണ് ഇത് സൂര്യകാന്തി. അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ മുഖം പൊക്കുകയും സൂര്യൻ പോകുന്നതോടുകൂടി മുഖം താഴ്ത്തി ഇല്ലാതാവുകയും ചെയ്യുന്ന സൂര്യകാന്തി, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് പോലെയാണ് അദ്ദേഹം എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൂര്യകാന്തി എന്ന് പറഞ്ഞ കഥയിൽ ഒരു മൃത്യുബോധം എന്താണെന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. എൻ്റെ വേളി എന്ന് പറഞ്ഞ കൃതിയുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ, ഈ എഴുതിയിരിക്കുന്നത് ഇന്ന് ഞാൻ നാളെ നീ, എൻ്റെ വേളി, സൂര്യകാന്തി, ഇതിലൊക്കെ മൃത്യുബോധം എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മൃത്യുബോധം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് അതൊക്കെ. പിന്നെ ബാക്കിയുള്ള പല കൃതികൾ. അതുപോലെ തന്നെ ഓർമ്മിക്കുന്നുവോ എന്ന് വെച്ചിട്ടുള്ള കൃതിയുണ്ട്. ഏതാണ്? ഓർമ്മിക്കുന്നുവോ എന്ന് വെച്ചിട്ടുള്ള കൃതിയുണ്ട്. ഇത് ഓർമ്മിക്കുന്നുവോ. ഈ ഓർമ്മിക്കുന്നുവോ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ കൃതി എന്ന് പറയുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ് ഇത് ഓർമ്മിക്കുന്നുവോ എന്ന് പറയുന്നിട്ടുള്ള കൃതി. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പെരുന്തച്ഛൻ എന്താണ്? നമ്മളുടെ നാട്ടിൽ പാടിപ്പഴകിയിട്ടുള്ള ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഇത് പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു കൃതി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരുപാട് കൃതികൾ. അപ്പൊ ഈ കവിതകൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലാവുന്നു? നവാതിഥി, പൂജാപുഷ്പം, ചെങ്കതിരുകൾ, നിമിഷം, മുത്തുകൾ, വനഗായകൻ, ഇതളുകൾ, ഓടക്കുഴൽ, പഥികന്റെ പാട്ട്, പാണനാർ, പെരുന്തച്ഛൻ, ഓർമ്മിക്കുന്നുവോ, ചന്ദനക്കട്ടിൽ, ഇന്ന് ഞാൻ നാളെ നീ, സൂര്യകാന്തി, എൻ്റെ വേളി, അന്തർദാഹം, വെള്ളിൽ പറവകൾ, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, മധുരം, സൗമ്യം, ദീപ്തം, സാന്ധ്യരാഗം, ഈ കൃതികളെല്ലാം ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി കവിതകൾ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവർത്തനമാണ് വിലാസലഹരി, ഗീതാഞ്ജലി, മേഘഛായ എന്നിവ. നാടകം ഇരുട്ടിനു മുൻപ് എന്ന് പറയുന്നൊരു നാടകം അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ്? പ്രശസ്തമാണ്. ഗാനരചന ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നിർമ്മല എന്ന് പറയുന്ന സിനിമ. മനസ്സിലാവുന്നുണ്ടോ? നിർമ്മല എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഗാനരചന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കുട്ടികൾക്കായിട്ടുള്ള എഴുതിയ ബാലകവിതകളാണ് ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി, കാറ്റേവ, കടലേവ. പലപ്പോഴും പല കവികളുടെയും കവയത്രികളുടെയും ബാലകവിതകളെ കുറിച്ച് ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഈ അടുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നാടകത്തിനെ കുറിച്ചും ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥ അറിയപ്പെടുന്നത് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന പേരിലാണ്. എന്ന പേരിലാണ്. മനസ്സിലായല്ലോ? അപ്പൊ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അറിയാം നമുക്ക് അല്ലെ. നമ്മൾ എല്ലാവരും പലരും ചെറുപ്പത്തിൽ മുതൽ തന്നെ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടിട്ടുള്ള ആളുകളാണ്. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു റവല്യൂഷനായി അല്ലെ. ഒരു ക്യാമറ എടുത്ത് ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, വ്ളോഗ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ, കത്തെഴുതി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറാൻ പറ്റിയിരുന്ന കാലഘട്ടത്തിൽ, ഫോൺ എന്ന് പറയുന്നതെല്ലാം ഒരു ലക്ഷറി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതും ഏത് ഫോൺ? ലാൻഡ് ഫോൺ അല്ലെ. ലക്ഷറി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ്.കെ. പൊറ്റക്കാട്. മലയാളത്തിലെ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു മേഖലയുടെ
ഒരു പിതാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആൾ ആരാ തന്നെയാണ്? എസ്.കെ. പൊറ്റേക്കാടാണ്. അതുകൊണ്ട് തന്നെ മലയാള സഞ്ചാര സാഹിത്യത്തിന്റെ പിതാവ്, കുലപതി എന്നീ പേരുകളിലൊക്കെ എസ്.കെ. പൊറ്റേക്കാട് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ ജനനം 1913 കോഴിക്കോടാണ് അദ്ദേഹം ജനിക്കുന്നത്. 937 മുതൽ 39 വരെ അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 937 മുതൽ 39 വരെയുള്ള സമയത്ത് അദ്ദേഹം അധ്യാപകനായിരുന്നു. അതിനുശേഷം 9 അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് വിട്ട് ബോംബെയിലേക്ക് പോവുകയാണ്. ആ യാത്ര മുതൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പുതിയ പുതിയ ഇടങ്ങൾ തേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം ആരംഭിക്കുകയാണ്. 949 അദ്ദേഹം ആദ്യമായിട്ട് വിദേശ യാത്ര ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം കപ്പലിൽ കയറിയിട്ട് എന്ത് ചെയ്യുകയാണ്? യൂറോപ്പിലേക്കും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്കുമുള്ള പല രാജ്യങ്ങളും അദ്ദേഹം കറങ്ങി നടക്കുകയാണ്. ഈ യാത്രകളെല്ലാം അദ്ദേഹത്തിന്റെ ഈ ആദ്യത്തെ 949 തുടങ്ങുന്ന ഈ വിദേശയാത്ര അദ്ദേഹത്തിനെ ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനെ കൂടിയാണ് ഈ യാത്രകളെല്ലാം വല്ലാണ്ട് എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങളിൽ കാണുന്ന കാഴ്ചകളെല്ലാം അദ്ദേഹം കുറിച്ചിടാൻ തുടങ്ങുകയാണ്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രചനകളായിട്ട് പിന്നീട് മാറുകയാണ്. സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. മലയാളികൾ ഒരു പുതിയ സാഹിത്യ മേഖല തങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് എസ്.കെ. പൊറ്റേക്കാടിലൂടെ അവർ കാണുകയാണ്. ഇദ്ദേഹം വേൾഡ് പീസ് കൗൺസിലിൽ 956 നടന്ന വേൾഡ് പീസ് കൗൺസിലിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് ഹെൽസിങ്കിയിലാണ് നടക്കുന്നത്. ഹെൽസിങ്കിയിൽ നടക്കുന്ന ഈ വേൾഡ് പീസ് കൗൺസിലിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ലോക സമാധാന സമ്മേളനം എന്ന് പറയും. ആ സമയത്ത് അദ്ദേഹം ഫിൻലൻഡ്, സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ആ ഭാഗത്ത് അന്നത്തെ പ്രശ്നങ്ങളായി കിടക്കുന്ന ഇടങ്ങളായിട്ടുള്ള കുറേ ഇടങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1962 അദ്ദേഹം തലശ്ശേരിയിൽ നിന്നും ലോകസഭയിലേക്ക് എന്ത് ചെയ്യുകയാണ്? മത്സരിച്ച് വിജയിക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 1957 അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പരാജയപ്പെടുകയാണ്. ഒരു ചെറിയ വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ തലശ്ശേരിയിൽ നിന്ന് 1962 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് ശ്രീ സുകുമാർ അഴീക്കോടിനെയാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള സുകുമാർ അഴീക്കോടിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? 1962 ലോകസഭയിലേക്ക് അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. മിക്കവാറും പല സാഹിത്യകാരന്മാരും ഇങ്ങനെയൊക്കെ ഇലക്ഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സിനിമാ നടന്മാരാണെങ്കിലും പലരും നിന്നിട്ടുണ്ട്, പലരും പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്യുന്നത്. 1982 ഓഗസ്റ്റ് 6 അദ്ദേഹം നമ്മളെല്ലാവരെയും വിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം നിര്യാതൻ ആവുകയാണ്. സോ എസ്.കെ. പൊറ്റേക്കാടിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ, എസ്.കെ. പൊറ്റേക്കാടിൻ്റെ ആദ്യ കഥ രാജനീതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജനീതി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ. ആദ്യ നോവൽ നാടൻ പ്രേമമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് നാടൻ പ്രേമം. ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നാടൻ പ്രേമം ആദ്യ നോവലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം, ഒരു യാത്ര നടത്തിയിട്ട് യാത്രാ വിവരണ ഗ്രന്ഥമായി ആദ്യം അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് അറിയുന്നത് കാശ്മീർ എന്ന് പറയുന്ന കൃതിയാണ്. കാശ്മീർ എന്ന് പറയുന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥമായിട്ട് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആദ്യ കവിതയായി നമ്മൾ മനസ്സിലാക്കുന്നത് മകനെ കൊന്ന മദ്യം എന്ന് പറയുന്ന കവിതയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയായി നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മകനെ കൊന്ന മദ്യം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കവിതയാണ് നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ കഥ, നോവൽ, യാത്രാവിവരണ ഗ്രന്ഥം, കവിത എന്നിവയുടെ എല്ലാം തുടക്കം ഈ പർട്ടിക്കുലർ കൃതികളിലൂടെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എസ്.കെ. പൊറ്റേക്കാടിൻ്റെതായിട്ടുള്ള രചനാ കാലഘട്ടം നോക്കുന്ന സമയത്ത്, നമ്മളുടെ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യനുകളും നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ആശാൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ ആണെങ്കിലും ഇവരുടെയൊക്കെ പല പല പ്രധാനപ്പെട്ട കൃതികളുണ്ട് അല്ലെ. ഇപ്പൊ ചണ്ടാല ഭിക്ഷുകിയാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ വൈലോപ്പിള്ളിയുടെ ആണെങ്കിലും വള്ളത്തോളിൻ്റെ ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കൃതികളിലെ ചില പ്രത്യേക സ്വഭാവമുള്ള കൃതികളെ കുറിച്ച് പ്രത്യേകം ചോദ്യങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ കൃതിക്ക് ആ കാലഘട്ടത്തിലെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ചില കവിതകൾ, അത്തരം കവിതകൾ ക്വസ്റ്റ്യൻസ് ആയി വരാറുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് മലബാറിലെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന ഒരു കൃതിയാണ് വിഷകന്യക.
മനസ്സിലാവുന്നുണ്ടോ? വിഷകന്യക എന്ന് പറയുന്ന ഈ ഒരു കൃതി അതുകൊണ്ട് തന്നെ പ്രശസ്തമാണ്. ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. അപ്പൊ മലബാറിലെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന വിഷകന്യക എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? അത് SK പൊറ്റേക്കാടിൻ്റെതാണ് എന്ന് എന്ത് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ഈ കൃതി ഉണ്ടല്ലോ, അത് അറിയപ്പെടുന്നത് ആത്മാവിഷ്കാര നോവൽ എന്നാണ്. അതായത് ഇത് ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്രീദേവി K നായരും രാധിക P മേനോനും കൂടിയിട്ടാണ്. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. അതിരാണിപ്പാടം എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ കഥയാണ് ഇത്. അതിരാണിപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഇതിലെ കഥാപാത്രം മുഴുവനായിട്ട് എന്താണ്? ഏതാണ്ട് ഒരു ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ എന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? അതായത് SK പൊറ്റേക്കാട് എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക നോവലാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം SK പൊറ്റേക്കാട് തന്നിലെ ഒരു ആത്മാവിഷ്കാരമാണ് അതിലേക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വൈയക്തികത എന്താ പറയുക നിലനിന്ന് പോകുന്ന ഒരു കൃതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ആ ഒരു കൃതി എന്ന് പറയുന്നത് തൻ്റെ ആത്മാവിഷ്കാര നോവലായിട്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിഷ്കാര നോവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ദേശത്തിന്റെ കഥ. ഇനി ഒരു തെരുവിന്റെ കഥ എന്നൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തെരുവ് മിഠായി തെരുവാണ്. മിഠായി തെരുവ് എവിടെയാണ്? മിഠായി തെരുവ് കോഴിക്കോടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. വളരെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ മിഠായി തെരുവിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു പ്രതിമ കാണാം. അത് ആരുടേതാണ്? അത് SK പൊറ്റേക്കാടിന്റെ പ്രതിമയാണ്. അപ്പോൾ SK പൊറ്റേക്കാടിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് മിഠായി തെരുവിന്റെ തുടക്കത്തിലാണെന്ന് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആഫ്രിക്കയെ ബേസ്ഡ് ആക്കിയിട്ട് ആഫ്രിക്കയുടെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ള, പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള രണ്ട് കൃതികളാണ് കറാംബു എന്ന് പറയുന്ന കൃതിയും കബീന എന്ന് പറയുന്ന കൃതിയും. കബീന എന്ന് പറയുന്ന കൃതിയും കറാംബു എന്ന് പറയുന്ന കൃതിയും, ഈ രണ്ട് കൃതികളും ഏതിടത്തിന്റെ ബേസിസിലാണ് എഴുതിയിട്ടുള്ളത്? രണ്ടും എഴുതിയിട്ടുള്ളത് ആഫ്രിക്കയുടെ ബേസിസിലാണ്. ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിലാണ് കറാംബു, കബീന ഈ രണ്ട് കൃതികളും എഴുതപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാതെ പോയ നോവലായിരുന്നു നോർത്ത് അവന്യൂ. അപ്പോൾ നോർത്ത് അവന്യൂ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഒരു കൃതിയൊക്കെ ആയിരുന്നു. നോർത്ത് അവന്യൂ എന്ന പേരുള്ള കൃതി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല? അത് അദ്ദേഹത്തിന് പക്ഷെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പൊ നോർത്ത് അവന്യൂ ആരുടെ പൂർത്തിയാകാണ്ട് പോയിട്ടുള്ള കൃതിയായിരുന്നു? നോർത്ത് അവന്യൂ എന്ന് പറയുന്നത് SK പൊറ്റേക്കാടിന്റെ പൂർത്തിയാകാതെ പോയിട്ടുള്ള കൃതിയാണ്. അതായത് അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നല്ലോ. അപ്പൊ പാർലമെന്റ് അംഗമായിരുന്ന സമയത്ത് ഡൽഹിയിലെയും മറ്റുള്ള ചില കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പാർലമെന്റ് അംഗം എന്ന രീതിയിലേക്ക് അദ്ദേഹം എന്താണ് രചിച്ചിട്ടുള്ള ഒരു കൃതിയായിരുന്നു നോർത്ത് അവന്യൂ. നോർത്ത് അവന്യൂ ഡൽഹിയിലെ ഭാഗങ്ങളിലാണുള്ളത്. അപ്പൊ നോർത്ത് അവന്യൂ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? അതും SK പൊറ്റേക്കാടിന്റെ കൃതിയാണ് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി അദ്ദേഹത്തിന്റെ യാത്രാ ഡയറി കുറിപ്പുകൾ ഏതാണ്? അദ്ദേഹത്തിന്റെ എന്താ പറയുക യാത്രാ ഡയറി കുറിപ്പുകൾ എന്ന തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താ പറയുക ഒരു ഭാഗമുണ്ട്. അതാണ് ഏത്? പര്യടനം എന്ന് പറയുന്നത്. ഏതാണ്? പര്യടനം എന്ന് പറയുന്ന കൃതി. അദ്ദേഹത്തിന്റെ രാവിലെ നടക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കുത്തിക്കുറിക്കലുകൾ ഉണ്ടല്ലോ, ഡയറി കുറിപ്പുകൾ. ഇതിന്റെ ഒരു കളക്ഷനാണ് പര്യടനം എന്ന് പറയുന്ന കൃതി. മനസ്സിലാവുന്നുണ്ടോ? പര്യടനം എന്ന് പറയുന്ന കൃതി എന്താണ്? അദ്ദേഹത്തിന്റെ രാവിലത്തെ നടത്തം, പിന്നീട് കുഞ്ഞു കുഞ്ഞു എന്താ പറയുക യാത്രകൾ, ഇതിന്റെയൊക്കെ കൂടിയിട്ടുള്ള കളക്ഷനാണ് ഇത് പര്യടനം എന്ന് പറയുന്ന കൃതി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ പ്രേമശില്പി സഞ്ചാരിയുടെ സംഗീതങ്ങൾ, പ്രേമശില്പി സഞ്ചാരിയുടെ സംഗീതങ്ങൾ, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യാനുഭവങ്ങളാണ്. അവിടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യാനുഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഇടമാണ് പ്രേമശില്പി സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നിവ. അദ്ദേഹം അരുണൻ എന്ന് പറയുന്ന തുലികാനാമത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചന്ദ്രകാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. ചന്ദ്രകാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് എന്ന് കൂടി എന്ത് ചെയ്യുക? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ചെറുകഥകളിലെ അദ്ദേഹം എഴുതിയ ആദ്യ കഥയുടെ പേരും ചന്ദ്രകാന്തം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുകഥകളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ആദ്യ ചെറുകഥയുടെ പേരും അദ്ദേഹം എഴുതിയിട്ടുള്ള
ആദ്യ ചെറുകഥ എന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരു കഥയും ഏത് തന്നെയാണ് ചന്ദ്രകാന്തം. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതല്ല രാജനീതി, ഇത് വെച്ചിട്ടുള്ള നമ്മൾ പറയുന്നത് പിന്നീട് പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥകളിലെ ആദ്യ ചെറുകഥ എന്ന രീതിയിൽ നമ്മൾ ചന്ദ്രകാന്തത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാജനീതി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് മാഗസിനിൽ വന്നിട്ടുള്ളതാണ് രാജനീതി എന്ന് പറയുന്ന ആ ഒരു കൃതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ കേട്ടല്ലോ. ഇനി അദ്ദേഹത്തിന്റെ നോവലുകൾ. ഇത് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കാണാണ്ട് പഠിക്കണം ഞാൻ പറയല്ല, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കബീന എന്ന് കേട്ടാൽ അല്ലെങ്കിൽ കറാമ്പു എന്ന് കേട്ടാൽ അത് രണ്ടും ആഫ്രിക്കൻ ബേസിസിലാണ് അല്ലെ. വിഷകന്യക എന്ന് കേട്ടാൽ, നാടൻ പ്രേമം എന്ന് കേട്ടാൽ, തെരുവിന്റെ ഗതിയും ദേശത്തിന്റെ ഗതിയും നിങ്ങൾക്ക് അറിയും അല്ലെ. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഇത് ആരുടെയാണ്, എസ് കെയുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇത് മുഴുവൻ ഇരുന്ന് കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കണം ഞാൻ പറയില്ല. പക്ഷേ ഒന്ന് കേട്ടാൽ ഇത് ഇന്ന ആളുടെ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ നാടൻ പ്രേമം, മൂടുപടം, വിഷകന്യക, കറാമ്പു, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, കബീന, കുരുമുളക്, പ്രേമശിക്ഷ, വല്ലികാദേവി, പ്രേമശിക്ഷ 2 റൗണ്ട് എഴുതിയിട്ടുണ്ട്, പ്രേമശിക്ഷ, ഇവയെല്ലാം ഏതാണ്? ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഇനി യാത്രാവിവരണം. പ്രശസ്തമായ ഒരുപാട് യാത്രാവിവരണങ്ങൾ അദ്ദേഹത്തിന്റെ ഇതായിട്ടുണ്ട്. കെയ്റോ കത്തുകൾ, നൈൽ ഡയറി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സോവിയറ്റ് ഡയറി. ഈ സോവിയറ്റ് ഡയറി അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹെൽസിങ്കിയിൽ ഒരു സമാധാന സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫിൻലാൻഡ്, സോവിയറ്റ്, ആ സമയത്ത് ജർമ്മനി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ജർമ്മനി ഏരിയകൾ അവിടെയൊക്കെ അദ്ദേഹം പോകുന്നത് ഈ സോവിയറ്റ് ഡയറി എഴുതുന്നത് ആ കാലഘട്ടത്തിലാണ്. ലണ്ടൻ നോട്ട്ബുക്സ്, കാശ്മീർ, സിംഹഭൂമി, പതിരാസൂര്യന്റെ നാട്ടിൽ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, യാത്രാസ്മരണകൾ, ബൊഹീമിയൻ ചിത്രങ്ങൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, ഇതൊക്കെ യാത്രാവിവരണങ്ങൾ. കാശ്മീർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്രാവിവരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഇനി കവിതാ സമാഹാരങ്ങളാണ്. പ്രേമശില്പി, പ്രഭാതകാന്തി, സഞ്ചാരിയുടെ ഗീതങ്ങൾ, ഇതെല്ലാം എന്താണ്? കവിതാ സമാഹാരങ്ങളാണ്. സഞ്ചാരിയുടെ ഗീതങ്ങൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുകഥകൾ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എന്താണ്, ആദ്യകാല ചെറുകഥകളിൽ ഒന്നാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ പേരും ചന്ദ്രകാന്തം എന്ന് തന്നെയാണ്. രാജമല്ലി, നിശാഗന്ധി, മണിമാളിക, ജലതരംഗം, മേഘമാല, ഇന്ദ്രനീലം, ഹിമവാഹിനി, പൗർണമി, വൈജയന്തി, പ്രേതഭൂമി, യവനികയ്ക്ക് പിന്നിൽ, രംഗമണ്ഡപം, കള്ളിപ്പൂക്കൾ, കനകാംബരം, ഏഴിലംപാല, വൃന്ദാവനം, കാട്ടുചമ്പകം, വനകൗമുദി. ഇവിടുന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒരുമാതിരി പൂവുകളും സുഗന്ധങ്ങളുമാണ് അല്ലെ. കള്ളിപ്പൂക്കൾ, കനകാംബരം, ഏഴിലംപാല, വൃന്ദാവനം, കാട്ടുചമ്പകം, വനകൗമുദി, എല്ലാം പൂക്കളും മരങ്ങളും അങ്ങനെ ഒരു തലത്തിലാണ് പോകുന്നത്. എന്താണെങ്കിലും ഈ രീതിയിലുള്ള ചെറുകഥകളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ് കെ പൊറ്റേക്കാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 16ാമത് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് 1980 ലഭിക്കുന്നത്. 1980 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഈ കൃതി ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 1980 16ാമത് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഒരു കൃതിയുടെ പേരിൽ ലഭിക്കുന്ന അവസാന ജ്ഞാനപീഠ പുരസ്കാരം കൂടിയായിരുന്നു ഇത്. ഒരു മലയാളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു തെരുവിൻ്റെ കഥയ്ക്ക് 62 ലഭിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 72 ലഭിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഡീലിറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡീലിറ്റ് കൊടുത്തിട്ട് ആദരിക്കുന്നത് 1982 ആയിരുന്നു. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഇതല്ലാണ്ട് വേറെയും ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാം ചർച്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആള് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. അതായത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സ്ത്രീകളെക്കുറിച്ചും അതുപോലെ തന്നെ തൊഴിലാളികളെക്കുറിച്ചും. തൊഴിലാളികൾ അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരുടെ രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് ഇവരെക്കാളും നന്നായി എഴുതുന്ന ഒരാൾ എന്നാണ് തകഴി ശിവശങ്കരപ്പിള്ളയെ കുറിച്ച് പറയാറുള്ളത്. അതായത് സ്ത്രീപക്ഷ കഥകളും നോവലുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അതൊക്കെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും അത്രേ. പക്ഷേ തകഴി എഴുതുന്ന സമയത്ത്, അതുപോലെ തന്നെയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ഇതേപോലെ പറയാറുണ്ട്. തകഴിയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇവർ രണ്ടുപേരും എഴുതുന്ന സമയത്ത് സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എഴുതുമ്പോൾ അത് അതിമനോഹരമായിട്ടാണ് അത്ര പേർ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇനി തകഴി ശിവശങ്കരപ്പിള്ള അറിയപ്പെടുന്ന മറ്റൊരു പേര് കേരള മോപ്പാസാങ് എന്നാണ് ധാരാളം ചോദ്യം വന്നത്. ഇംഗ്ലണ്ടിലെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള എന്താ പറയുക സാഹിത്യകാരാണ് മോപ്പാസാങ്. അപ്പോൾ കേരള മോപ്പാസാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. 1912 ജനനം. ഭാര്യയുടെ പേര് കമലാക്ഷിയമ്മ കാത്ത എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി 79 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ട അംഗത്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നു. ഇനി ആദ്യ കഥ അദ്ദേഹത്തിൻ്റെ സാധുക്കൾ എന്ന് പറയുന്ന കൃതിയായിരുന്നു. സാധുക്കളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്, കഥയായിട്ട് കണക്കാക്കപ്പെടുന്നത്.
ത്യാഗത്തിന് പ്രതിഫലമാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് ത്യാഗത്തിന് പ്രതിഫലം എന്ന് പറയുന്ന 1934 നമുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് കണക്കാക്കുന്ന നോവലായിരുന്നു. ഇനി നമ്മുടെ മൊത്തത്തിൽ കേരളത്തിലെ നമ്മുടെ മലയാള ഭാഷയിലെ രണ്ടാമത്തെ വലിയ നോവലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള കയർ എന്ന് പറയുന്ന നോവല്. അദ്ദേഹത്തിന്റെ കയർ എന്ന് പറയുന്ന നോവല് മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വലിയ നോവലായിരുന്നു. അപ്പൊ കയർ ഏതായിരുന്നു? രണ്ടാമത്തെ വലിയ നോവലായിരുന്നു. ഒന്നാമത്തെ വലിയ നോവൽ ഏതാ? അത് വിലാസിനിയുടെ അവകാശികളാണ്. വിലാസിനിയുടെ അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടം വരെ നിങ്ങൾ കേട്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിലാസിനി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഈ തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? തൂലികാനാമങ്ങളുടെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ? വിലാസിനി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വിലാസിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? അപ്പോൾ വിലാസിനിയുടെ അവകാശികളാണ് ഏറ്റവും വലിയ മലയാള നോവൽ. രണ്ടാമത്തെ വലിയ നോവൽ കയറാണ്. കയർ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കൃതി ആക്ച്വലി അദ്ദേഹം 20 വർഷം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത് എന്നാണ് പറയുന്നത്. 20 years എടുത്തിട്ട് അദ്ദേഹം പൂർത്തിയാക്കിയെന്നും ഏതാണ്ട് 2.5 നൂറ്റാണ്ടിന്റെ 250 വർഷത്തിന്റെ ചരിത്രം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പണ്ടാരപ്പാട്ട വിളംബരം, അതുപോലെ തന്നെ കണ്ടെഴുത്ത് നിയമം, ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഭൂനിയമങ്ങളൊക്കെ വന്ന കാലഘട്ടങ്ങൾ നിങ്ങൾ അറിയാലോ. ആ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ്, ആ കാലഘട്ടം എഴുതപ്പെടുന്ന കാലഘട്ടം വരെയുള്ള ഏതാണ്ട് സമയത്തെ ചരിത്രത്തിലൂടെ ഇങ്ങനെ പതുക്കെ കടന്നു പോകുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള കൃതിയാണ് കയർ എന്ന് പറയുന്ന കൃതി. മനസ്സിലാവുന്നുണ്ടോ? ഈ കയറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് കയർ എന്ന് പറയുന്ന ആ ഒരു കൃതി അത് അടിസ്ഥാനപ്പെടുത്തുന്നത് ഏതാണ്ട് 4 ജനറേഷൻസ്, 4 തലമുറകളുടെ കഥ അതിൽ പറയുന്നുണ്ട്. 4 തലമുറകളുടെ കഥ അതിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്തെ കുടുംബ പശ്ചാത്തലങ്ങൾ വരുന്നുണ്ട്. അന്ന് മരുമക്കത്തായമാണ്. ആ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആ സമയത്താണ് ലോകമഹായുദ്ധങ്ങൾ നടക്കുന്നത്. ആ സമയത്താണ് പുന്നപ്രവയലാറിൻ്റെതായിട്ടുള്ള കലാപങ്ങൾ നടക്കുന്നത്. അതിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത്, പോലീസിന്റെ വെടിയുണ്ടയിട്ട് മരണപ്പെടുന്നത്. ആ സമയത്താണ് മാപ്പിളലഹള നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന കേരളത്തിന്റെ തന്നെ ഒരു വലിയ ചരിത്രം കൂടി നമുക്ക് കയർ എന്ന് പറയുന്ന കൃതിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഓരോരോ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കയർ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടിടങ്ങഴി. എന്താണ് രണ്ടിടങ്ങഴി? രണ്ടിടങ്ങഴി ബേസിക്കലി കർഷക തൊഴിലാളികളുടെ വർഗ സമരമാണ് രണ്ടിടങ്ങഴിയിൽ എന്ത് ചെയ്യുന്നത്, അടിസ്ഥാനമായിട്ട് പറയുന്നത്. തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞ ആലപ്പുഴ ഏരിയയിലുള്ള തോട്ടിപ്പണി ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ മകൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതാണ് 947. ഇതൊക്കെ വളരെയധികം ജീവിതഗന്ധി എന്നൊന്നും പറഞ്ഞാൽ പോരാ, നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറി കുത്തുന്ന രീതിയിലുള്ള കൃതികളാണ് ഇദ്ദേഹത്തിന്റെ. അതായത് അത്രയും ജീവിതഗന്ധിയായിട്ടുള്ള കൃതികളാണ് ഇവയെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? ചെമ്മീൻ 956 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള കൃതിയാണ്. ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന മലയാള കൃതിയും ഇത് തന്നെയാണ്. ചെമ്മീൻ എന്ന് പറയുന്ന കൃതിക്ക് തന്നെയാണ് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാള നോവല് ഏതാണ്? അത് ചെമ്മീനാണ്. ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന നോവല്, മലയാള നോവല് ചെമ്മീനാണ്, 956. പിന്നീട് നിങ്ങൾക്ക് അറിയാം, ഇത് രാമു കരിയാട്ട് ഇത് ചലച്ചിത്രമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചലച്ചിത്രം പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന ഒരു ചിത്രമായിട്ട് മാറുകയുണ്ടായി അല്ലെ? വളരെ പ്രശസ്തമായിട്ടുള്ള നോവലായിരുന്നു ചെമ്മീൻ. മറ്റൊരു കൃതിയാണ് ഏണിപ്പടികൾ. തിരുവിതാംകൂറിന്റെ ചരിത്രം പറയുന്ന കൃതിയാണ്. ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം. തിരുവിതാംകൂർ ചരിത്രം പറയുന്ന കൃതി ഏത്? 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന കൃതി ഏത് എന്നൊക്കെ ചോദിച്ചാൽ CP രാമസ്വാമി അയ്യരെ കുറിച്ചൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയാം. ആ സമയത്ത് CP രാമസ്വാമി അയ്യരായിരുന്നല്ലോ തിരുവിതാംകൂറിന്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള രാജാവ് എന്ന് പറയാൻ പറ്റുന്ന അദ്ദേഹമായിരുന്നല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ട്? ഈ ഏണിപ്പടികൾ എന്ന് പറയുന്ന ഈ കൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന കൃതി, അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം പറയുന്ന കൃതി എന്നൊക്കെ പറഞ്ഞാൽ അതേതാണ്? അല്ലെങ്കിൽ സർ CPയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൃതി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏണിപ്പടികളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. തലയോട് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് പുന്നപ്ര വയലാർ സമരവും അതിന്റെ ചരിത്രവുമാണ് തലയോട് എന്ന് പറയുന്ന കൃതിയിൽ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ, എൻ്റെ ബാല്യകാല കഥ, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ആത്മകഥ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നും ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ MT വാസുദേവൻ നായരിലേക്കാണ് പോകുന്നത്. MT വാസുദേവൻ നായരെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, വളരെ
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നമ്മൾ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MT വാസുദേവൻ നായരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ കാരണം ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ട് നമ്മൾ ഇനി വീണ്ടും വെറുതെ നമ്മൾ ഒരു കുറേ സമയം കളയേണ്ട ആവശ്യമില്ല തോന്നുന്നു, കാരണം അതിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ നമ്മൾ തരാം. അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ONV കുറുപ്പാണ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ആണ് ONV കുറുപ്പ്. ONV കുറുപ്പ് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് 1931 1931 അദ്ദേഹത്തിൻ്റെ ജനനം. മഹാരാജാസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയായിട്ട് അറിയപ്പെടുന്നത് മുന്നോട്ട് എന്ന് പറയുന്ന കവിതയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം എന്നുള്ളതാണ്. പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം. ഇനി അദ്ദേഹത്തിൻ്റെ ഗാനരചന, ONV കുറുപ്പ് അതിപ്രശസ്തനാകുന്നത് MT വാസുദേവൻ നായർ എങ്ങനെയാണോ തിരക്കഥകളിലൂടെ പ്രശസ്തനാകുന്നത്, അതുപോലെ തന്നെ അദ്ദേഹം ഗാനരചന, ചലച്ചിത്ര മേഖലയിലെ ഗാനരചനയിലൂടെ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ഏറ്റവും പ്രശസ്തനായി മാറുന്നുണ്ട്. കാലം മാറുന്നു എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഗാനരചനയിലേക്ക് വരുന്നത്. ഏറ്റവും അധികം സംസ്ഥാന അവാർഡുകൾ ഗാനരചനയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ONV കുറുപ്പിനാണ്. എനിക്ക് തോന്നുന്നു 11 14 അങ്ങനെ എന്തോ അവാർഡുകൾ ONV കുറുപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗാനരചനയുണ്ടല്ലോ, സിനിമകളിലേക്കായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഇവയുടെയൊക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, കളക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഏത് എന്ന് പറയുന്നത്, ഈ മഞ്ഞൾ പ്രസാദം, വയൽ പൂക്കൾ, ഗസലുകൾ പൂക്കുന്ന രാത്രി എന്നിവയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഇവയെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് എന്തായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും, അദ്ദേഹത്തിൻ്റെ ഈ ഗാനരചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു കളക്ഷനായിട്ട് നമുക്ക് ഇവയെ കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കാനായിട്ട് സാധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഇവയുടെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഗാനരചന അദ്ദേഹം നടത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കളക്ഷനായിട്ട് നമുക്ക് ഇവയൊക്കെ കൂടി എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ONVയുടെ ഇത്തരത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള, അത് സിനിമയുണ്ട്, കുറച്ചൊക്കെ നാടകമുണ്ട്, ഇതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഗാനങ്ങളെല്ലാം കൂടി സമാഹരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏത്, മഞ്ഞൾ പ്രസാദം എന്ന് പറയുന്ന ഒരു കൃതി. ഒന്നുള്ളതാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ചരിത്രവും നാടകത്തിലെയും രണ്ടിൻ്റെയും ഗാനങ്ങൾ അദ്ദേഹം KPICക്ക് വേണ്ടിയൊക്കെ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ, അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ, പൊന്നരിവാൾ അമ്പിളിയിൽ കല്ലെറിയുന്നോളെ, അല്ലെ, അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്, ഇങ്ങനത്തെ കുറേ കൃതിയുണ്ട്. ONV കുറുപ്പും ദേവരാജൻ മാഷും കൂടിയൊക്കെ കണ്ടിട്ട് പിന്നെ അവർ പിന്നീട് അങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് വിപ്ലവ കവിതകളും അതുപോലെ തന്നെ എന്താ പറയുക ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള കളക്ഷൻസ് ആണ് മഞ്ഞൾ പ്രസാദം, വയൽപ്പൂക്കൾ, ഗസലുകൾ പൂക്കുന്ന രാത്രി എന്നിവ. കലേശൻ എന്ന് പറയുന്ന തൂലികാനാമത്തിലും ബാലമുരളി എന്ന് പറയുന്ന തൂലികാനാമത്തിലും രചനകൾ നടത്തിയിട്ടുള്ള ആളാണ് ONV കുറുപ്പ്. കലേശൻ എന്ന് പറയുന്ന തൂലികാനാമം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ നിരോധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രഹസ്യമായിട്ട് കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പേരായിരുന്നു കലേശൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പേര്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി 2007 അദ്ദേഹത്തിന് രാഷ്ട്രം ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിട്ട് ആദരിക്കുകയാണ്. 2007 അദ്ദേഹത്തിന് രാഷ്ട്രം ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ONV കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. ചങ്ങമ്പുഴ പുരസ്കാരം അദ്ദേഹത്തിന് 1949 ആദ്യം ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ്. അരിവാളും രാക്കുയിലും എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ അരിവാളും രാക്കുയിലും ഉൾപ്പെടെയുള്ള എന്താ പറയുന്നത് കൃതികളെല്ലാത്തിനും ആ കാലഘട്ടത്തിലെ വിപ്ലവ എന്താ പറയുക മുന്നേറ്റങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കൃതികളായിരുന്നു ഈ അരിവാളും എന്താ പറയുക രാക്കുയിലും. അതുപോലെ തന്നെയാണ് എന്താ പറയുക, നമ്മൾ നേരത്തെ കലേശൻ എന്ന് പറയുന്ന ഒരു തൂലികാനാമം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ കലേശൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയായിരുന്നു കലയും കശാപ്പും എന്ന് പറയുന്നത്. ഏതാണ്? കലയും കശാപ്പും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതുപോലെ തന്നെ എഴുതിയിട്ടുള്ള എന്താ പറയുക മറ്റൊരു കൃതിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ചങ്ങമ്പുഴ പുരസ്കാരം അരിവാളിനും രാക്കുയിലിനും 1949 കിട്ടുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അഗ്നിശലഭങ്ങൾക്ക്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അക്ഷരം എന്ന് പറയുന്ന കൃതിക്ക്, ഓടക്കുഴൽ അവാർഡ് മൃഗയ എന്ന് പറയുന്ന കൃതിക്ക്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് വയലാർ അവാർഡ് ഇത് രണ്ടും ഉപ്പ് എന്ന് പറയുന്ന കൃതിക്ക്, വൈശാലി എന്ന് പറയുന്ന ശ്രീ ഭരതൻ സംവിധാനം ചെയ്ത പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്, അതിൽ ഉള്ള എല്ലാ ഗാനങ്ങളും അതിപ്രശസ്തം. ഇന്ദ്രനീലമയോളും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു കൃതി ഒരു പാട്ടൊക്കെ ഉണ്ട്. അതിൽ കുറേയധികം പാട്ടുകൾ, ഈ ദുന്ദും ദും ദുന്ദുബിനാദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മഴ പെയ്യുമ്പോൾ പണ്ടത്തെ ഋഷിശൃംഖരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. ഒരു മഹാഭാരതത്തിൻ്റെ നമ്മുടെ മിഥോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥ എടുത്തിട്ട് ഒരു സിനിമയായതായിരുന്നു അത്. അപ്പോൾ അതിന് ഗാനരചനയ്ക്ക് ഇദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി.
നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും അധികം സംസ്ഥാന അവാർഡ് ഗാനരചനയ്ക്ക് നേടിയിട്ടുള്ള വ്യക്തിയും ONV തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. 1998 പത്മശ്രീ നൽകിക്കൊണ്ടും 2011 പത്മവിഭൂഷൺ കൊടുത്തുകൊണ്ടും 2007 ജ്ഞാനപീഠ പുരസ്കാരം നൽകിക്കൊണ്ടും രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2007 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ONV കുറിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്കാണ്. ഭൂമിക്കൊരു ചരമഗീതം പ്രശസ്തമാണ്. അക്ഷരം നമ്മളിപ്പോൾ അവാർഡ് കിട്ടിയത് പറഞ്ഞിരുന്നു. ഉപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഉജ്ജയിനി ധാരാളം തവണ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ് ഉജ്ജയിനി. മയിൽപീലി, ശാർഘപക്ഷികൾ ധാരാളം വന്നിട്ടുണ്ട്. ദാഹിക്കുന്ന പാനപാത്രം ധാരാളം വന്നിട്ടുണ്ട്. അപരാഹ്നം, അഗ്നിശലഭങ്ങൾ വന്നിട്ടുണ്ട്. കറുത്ത പക്ഷിയുടെ പാട്ട് വന്നിട്ടുണ്ട്. തോന്നിയ അക്ഷരങ്ങൾ ഒരു ഗദ്യ കവിതയാണ്. വളപ്പൊട്ടുകൾ, മൃഗയ, നീലക്കണ്ണുകൾ, ജ്ഞാനഗ്നി, ഭൈരവന്റെ തുടി ഇമ്പോർട്ടൻ്റ് ആണ്. ഭൈരവന്റെ തുടി, 4 മണിപ്പൂക്കൾ, സ്വയംവരം, ഒരു തുള്ളി വെളിച്ചം, മയിൽപീലി, മാറ്റുവിൻ ചട്ടങ്ങളെ, പുനരഭി, അനശ്വരതയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കൃതി ആക്ച്വലി ONV കുറിപ്പ് മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മൃണാളിനി സാരാഭായി മരണപ്പെട്ടിരുന്നു. ആ മൃണാളിനി സാരാഭായിയുടെ മരണത്തിനെ തുടർന്ന് ONV എഴുതിയ കൃതിയായിരുന്നു അനശ്വരതയിലേക്ക് എന്ന് പറയുന്ന കവിത. ഇത് എഴുതി 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ONV കുറിപ്പ് നമ്മളെല്ലാവരെയും വിട്ടിട്ട് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കവിത എന്ന് അതിനെ എന്ത് ചെയ്യാം, നമുക്ക് വിശേഷിപ്പിക്കാം. ആത്മകഥ അദ്ദേഹത്തിൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമാ ഗാനം കൂടിയാണത് അല്ലേ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മകഥകളായിട്ട് കണക്കാക്കുന്നു. പാഥേയം, ഓർമ്മയുടെ പുസ്തകം, ഓർമ്മയിലെ നിലാക്കീറുകൾ, കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ, താമരപ്പൊയ്ക, കാൽപ്പനികം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികളാണ്. കവിതകളല്ല, ഗദ്യകൃതികളാണ് ഇവയൊക്കെ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഓണപ്പൂക്കൾ, രാഗം, ശ്രീരാഗം, ഇവയെല്ലാം അദ്ദേഹം രചിച്ചിട്ടുള്ള ഗാനങ്ങളുടെ ഗാനസമാഹാരങ്ങളാണ് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഓണപ്പൂക്കൾ, രാഗം, ശ്രീരാഗം തുടങ്ങിയവ. മനസ്സിലാവുന്നുണ്ടോ? ഇവയൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളിലെ അവസാനത്തെ ആളിലേക്ക് നമ്മൾ എത്തുകയാണ്. അവസാനത്തെ മലയാളിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 1926 കുമരനെല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1926 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നിങ്ങൾ ഈ യോഗക്ഷേമ സഭ ഓർമ്മയില്ലേ? യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സാഹിത്യ ഭാഗം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഇടങ്ങളായിരുന്നു ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, മംഗളോദയം, ഇത്തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങൾ ഈ കൈൻഡ് ഓഫ് സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ പത്രങ്ങളായിട്ട് മാസികകളായിട്ടൊക്കെ വന്നിട്ടുള്ളവയായിരുന്നു ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, മംഗളോദയം തുടങ്ങിയവയൊക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം എന്ന് പറയുന്നത് വീരവാദം എന്നതായിരുന്നു. വളരെ പ്രശസ്തമായ PSCയിൽ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്ന ആ വരി ആരുടേതാണ് എന്ന ചോദ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന അക്കിത്തത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയിലെ ഒരു വരിയാണ് ഈ പ്രശസ്തമായിട്ടുള്ള വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന ഈ ഒരു വരികൾ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള ഭാരതീയ ദർശനങ്ങളിലൂടെയാണ്. അതായത് ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുള്ള ഭാരതീയ ദർശനങ്ങളെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു വിവർത്തനം ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിവർത്തനമാണ്. 2019 അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 2019 ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റായിട്ട്. അരങ്ങേറ്റം, നിമിഷക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ബലിദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെണ്ണക്കല്ലിൻ്റെ കഥ, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അമൃതഗാധിക, അന്തിമഹാകാലം, മാനസപൂജ, പഞ്ചവർണ്ണക്കിളി, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മനസാക്ഷിയുടെ പൂക്കൾ, സമത്വത്തിൻ്റെ ആകാശം, സ്പർശമണികൾ, ആലങ്ങാട്ടമ്മ, വെണ്ണക്കല്ലിൻ്റെ കഥ, സഞ്ചാരികൾ, 5 നാടോടിപ്പാട്ടുകൾ, ധർമ്മസൂര്യൻ. ഈ ധർമ്മസൂര്യൻ ഗാന്ധിജിയെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃതിയായിരുന്നു ധർമ്മസൂര്യൻ. മനസ്സിലാവുന്ന സ്പർശമണികൾ. ഈ ഞാൻ വരയിട്ടതും വട്ടത്തിട്ടുള്ള കൃതികളെല്ലാം ഇതിനു മുന്നേ PSCയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ വട്ടമിട്ടിട്ടുള്ളതും വരയിട്ടിട്ടുള്ളതും എല്ലാം. അവ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള ഭാഗങ്ങളും എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ ബലിദർശനം എന്ന് പറയുന്നത് മഹാബലിയില്ലേ, മഹാബലിയുടെ ഒരു ബേസ്ഡ് ആയിട്ടാണ് ബലിദർശനം എന്ന് പറയുന്ന കൃതി. മഹാബലി വരുന്നുണ്ടല്ലോ നമ്മുടെ ഇങ്ങോട്ട് ഓണത്തിന്, അതുമായി ബന്ധപ്പെട്ടുള്ള. ധർമ്മസൂര്യൻ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ
പ്രശസ്തമായിട്ടുള്ള നാടകമാണ് ഈ ഏട്ടത്തി നുണയേ പറയൂ എന്ന് പറയുന്ന നാടകം. അവതാളങ്ങൾ, കാക്കപ്പുള്ളികൾ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കഥകളാണ്. അദ്ദേഹം എഴുതിയ ബാലകൃതികളാണ് ഒരു കുലമുന്തിരിങ്ങ, ഉണ്ണിക്കിനാവുകൾ, കളിക്കൊട്ടിൽ എന്നിവ. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ് ഉപനയനം, സമാവർത്തനം, ഹൃദയത്തിലേക്ക് നോക്കി എഴുതൂ, കവിതയിലെ വൃത്തവും ചതുരവും, പൊന്നാനി കളരി. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളായിട്ടും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ബലിദർശനം എന്ന കൃതിക്കായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതേ ബലിദർശനത്തിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് നിമിഷക്ഷേത്രം എന്ന് പറയുന്ന കൃതിക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2008. മൂർത്തിദേവി പുരസ്കാരത്തിന് പ്രത്യേകത എന്താ അറിയോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ? ജ്ഞാനപീഠം ട്രസ്റ്റ് കൊടുക്കുന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിനെ കുറിച്ചല്ലേ? ഇതേ ജ്ഞാനപീഠം ട്രസ്റ്റാണ് എന്ത് കൊടുക്കുന്നത്? മൂർത്തിദേവി പുരസ്കാരവും കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് തന്നെ നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് മൂർത്തിദേവി പുരസ്കാരം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഈ ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ച സാഹു ശാന്തി പ്രസാദ് ജെയിൻ പറഞ്ഞില്ലേ, അവരുടെ അമ്മയാണ് ഏത്? മൂർത്തിദേവി. അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 ഭാഷകളില്ലേ 8ാം ഷെഡ്യൂളിലെ, ആ ഭാഷകളിൽ എഴുതുന്ന ആളുകൾക്കാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അവാർഡ് കൊടുക്കുക, മരിച്ചുപോയ ആൾക്കാർക്കല്ല. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അവാർഡ് കൊടുക്കുക. 2009 എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന് അക്കിത്തത്തിന് ഈ അവാർഡ് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാരതീയമായിട്ടുള്ള തത്വചിന്തകളും മറ്റുമൊക്കെ വല്ലാണ്ട് പ്രതിഫലിപ്പിക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് അവാർഡ്. അതായത് നമ്മളുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നമ്മളുടെ എന്താ പറയുക, ഫിലോസഫി, ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന, കൃതികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് മൂർത്തിദേവി പുരസ്കാരം. ഇത് 2009 ആർക്ക് കിട്ടിയിട്ടുണ്ട്? അക്കിത്തത്തിന് കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരം രണ്ടും കിട്ടിയിട്ടുള്ള ഒരേ ഒരു മലയാളിയും ആര് തന്നെയാണ്? അതും നമ്മളുടെ അക്കിത്തൻ തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. വയലാർ അവാർഡ് 2012 അക്കിത്തത്തിന് കിട്ടുന്നത്. 2012 വർഷത്തിലാണ് വയലാർ അവാർഡ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിന് ആശാൻ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, ONV പുരസ്കാരം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. 2019 അദ്ദേഹത്തിന് ONV പുരസ്കാരവും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തിയത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഓരോരുത്തരെ കുറിച്ചും പറയാനുണ്ട്. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ചർച്ച ഒതുക്കി നിർത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ വീഡിയോ ബാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ തീർച്ചയായിട്ടും പറയാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കറക്ഷൻസുമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഊർജ്ജമാവുന്നത് എന്ന് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ താങ്ക് യു എവരിവൺ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്.